പച്ചക്കറി മാർക്കറ്റ് പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനടുത്ത് അത് പണിയോ ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ മീൻ മാർക്കറ്റ്, പഴയ ഉണക്കമീൻ ചന്ത, അത് പൊളിച്ചിട്ട് അറബിശാലയൊക്കെയാണ്. അത് പുതിയതായിട്ട് ഒരു അറബിശാല വെച്ചോ, അതിൻ്റെ അവിടെ ഫ്ലോട്ടിങ് ഇല്ല. കാരണം അവിടെ കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടും നമ്മളെ കൊന്ന് ഇറച്ചിയാക്കി ആ ഇറച്ചി വിതരണം ചെയ്യാൻ വേണ്ടി അത് ഉദ്ഘാടനം ചെയ്ത് അത് മാത്രമല്ല, അത് പിന്നെ അത് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. ആ പച്ചക്കറി മാർക്കറ്റിന്റെ അവസ്ഥ ശോചനീയ അവസ്ഥ. പിന്നെ തിരുനക്കര ബസ് സ്റ്റാൻഡ്, ഈ 3 സ്ഥാപനങ്ങളും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നില്ല. വാർഡുകളിൽ എന്തെങ്കിലും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടോ? ഇല്ല. കൗൺസിലർമാർക്ക് ഇഷ്ടം പോലെ എല്ലാവരും ശരിക്കും കാശുണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കേസ് കൊടുത്ത് ലക്ഷങ്ങൾ കയ്യിലുണ്ടായ തീർച്ചയായിട്ടും ഇവരെല്ലാം ഉള്ളലാണ്. അതുപോലെ അഴിമതി നടത്തി. കാരണം ഒരു കൗൺസിലറുടെ വീടിന്റെ വാതിൽ ഞാൻ ഇന്നപ്പം പറഞ്ഞ ഒരേ ഒരു വാതിൽ, ആ കൗൺസിലറുടെ അച്ഛൻ ഇറങ്ങി വന്നിട്ട് പറയാം, ഞങ്ങളുടെ വീട്ടിൽ ഒന്നും ഇരിപ്പില്ല, ഞങ്ങളുടെ വീട്ടിൽ കാശൊന്നും ഇല്ല എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ആ പുള്ളിയുടെ വീട്ടിൽ കാശുണ്ട്. അതുപോലെ പേടിച്ച് ഈ ശരിക്കും ദൂർത്ത് കാണിച്ച് അഴിമതി കാണിച്ച് നിൽക്കുന്ന ഒരു ഭരണം, ആ ഭരണത്തെ മാറ്റി കോട്ടയം മുനിസിപ്പാലിറ്റി ശരിക്കും പറഞ്ഞൊരു കോർപ്പറേഷൻ ആകേണ്ട സമയം കഴിഞ്ഞു. ആദ്യം നമ്മൾ കോർപ്പറേഷനായിട്ട് മത്സരിച്ചത് ശരിക്കും കോഴിക്കോടല്ല തൃശ്ശൂരുമായിട്ട്. തൃശ്ശൂർ കോർപ്പറേഷനായിട്ട് മാറ്റി കോട്ടയം മുനിസിപ്പാലിറ്റി ആക്കിയില്ല. അതിനുശേഷം നമ്മൾ കോർപ്പറേഷനായിട്ട് മത്സരിച്ചത് കണ്ണൂരുമായിട്ടും കണ്ണൂരാക്കി കോർപ്പറേഷനാക്കി കോട്ടയമാക്കിയില്ല. കൊല്ലമാക്കി കോർപ്പറേഷനാക്കി കോട്ടയമാക്കിയില്ല. വീണ്ടും കോട്ടയം കോർപ്പറേഷനാക്കി മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭരണസമിതി ഇല്ലായ്മ ചെയ്തുകൊണ്ട് പുതിയൊരു ഭരണക്രമം വന്നാൽ മാത്രമേ സമൂലമായ ഒരു വികസനം ഈ കേരളത്തിൽ കോട്ടയത്ത് നടക്കൂ. കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു പ്രവർത്തനവും കോട്ടയത്ത് വന്നിട്ടില്ലെന്നുള്ളതാണ് മനസ്സിലാക്കുക. കോട്ടയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട മുനിസിപ്പാലിറ്റി യാതൊരുവിധ വികസന പ്രവർത്തനവും ചെയ്യുകയാണ്. കോട്ടയം ടൗണ് വിട്ടുള്ള വികസന പ്രവർത്തനം ഉജ്ജ്വലവുമാണ്.